ജേണി വിത്ത് ജനക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ ഫസ്റ്റ് എവർ ക്യാമ്പസ് ട്രാവൽ വ്ളോഗ്. നിങ്ങൾ ഒരു യാത്രയിലാണ്, ക്യാമ്പസുകൾ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലേക്ക് മലയാളി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ വരുമ്പോൾ അവരുടെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാമ്പസ് ആണ് ആചാര്യ എന്ന് പറയുന്ന ക്യാമ്പസ്. സോ ഈ ആചാര്യയുടെ തന്നെ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ ഒരു ക്യാമ്പസ് ഉണ്ട്, ആചാര്യ ബിസിനസ് ബി സ്കൂൾ എന്ന് പറഞ്ഞ ഈ ക്യാമ്പസ് ബാംഗ്ലൂരിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ഓഫ് മഗഡി ക്യാമ്പസ് എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇവിടെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇന്ന് ഈ വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ തന്നെ കാണാം എന്ത് ഭംഗിയാണെന്ന്. സോ ഈ ക്യാമ്പസിന്റെ ഒരു ഗോ ത്രൂ മൊത്തത്തിൽ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ എത്തിയിരിക്കുന്നത് ആചാര്യ ബാംഗ്ലൂർ ബിസിനസ് സ്കൂൾ അഥവാ ABBS എന്നാണ് ഇതിന് വളരെ നന്നായിട്ട് എല്ലാവരും അറിയുന്നത്. സോ നിലവിൽ ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസും പേരൻസും സെർച്ച് ചെയ്യുകയും അതുപോലെ വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണ് ഈ ക്യാമ്പസ്. സോ ഈ ക്യാമ്പസിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് കാണാം. സോ എൻട്രൻസിൽ നല്ല ഭംഗിയുള്ള എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നു. ആ എൻട്രൻസിൽ നിന്ന് കയറി വന്നു. സോ ഇനി നമ്മൾ ഇവരുടെ അക്കാഡമിക് ബ്ലോക്ക്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, ഈ ബ്ലോക്കിലേക്കൊക്കെയാണ് പോകുന്നത്. സോ ഈ ബ്ലോക്സ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അത് വളരെ കണക്റ്റഡ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഭംഗിയുള്ള ഈ ഒരു ബ്ലോക്കിലേക്ക് കടന്നു പോകാം. അതെ, എപ്പോഴും ഒരു ബിസിനസ് സ്കൂൾ അല്ലെങ്കിൽ ബി സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടേണ്ടത് ഒരു പോസിറ്റീവ് എനർജിയും അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരാത്ത തരത്തിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കിട്ടേണ്ടത്. സോ ആ അറ്റ്മോസ്ഫിയർ കിട്ടാൻ പാകത്തിനാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ മൈന്യൂട്ട് സ്പേസസിലും നിങ്ങൾ ഈ ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊരു കോർണർ നോക്കിയാലും ഏതൊരു സ്പേസ് നോക്കിയാലും അവർ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പല രീതിയിൽ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കി എടുക്കാം. ലൈക്ക് ഒരു നോർമൽ ഒരു ബിൽഡിംഗ് ഒരു പ്ലാൻ ഒന്നും ഇല്ലാണ്ട് ചെയ്യാം. എന്നാൽ അത് വളരെ പ്ലാൻഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബ്ലോക്കുകൾ കാണാനായിട്ട് സാധിക്കും. സോ ബ്ലോക്കുകൾ പറയുമ്പോഴത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ UG കോഴ്സസ് നടക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ PG കോഴ്സസ് നടക്കുന്ന ഒരു ബ്ലോക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവരുടെ ഓഡിറ്റോറിയവും അതേപോലെ അതർ അമ്യൂണിറ്റീസ് ഒക്കെ വരുന്ന ഒരു ബ്ലോക്കും കാണാം. സോ ഈ ബ്ലോക്കുകളെല്ലാം ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള പാത്ത് വേസും കാര്യങ്ങളും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ബ്ലോക്കുകളും നിങ്ങൾക്ക് ഒറ്റ ബ്ലോക്കായിട്ട് വേണമെങ്കിലും തോന്നാം. സോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ്, നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്റ്റീരിയറിലെ വെളിയിലെ ആംബിയൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇവർ എന്തുമാത്രം കെയറും അല്ലെങ്കിൽ എന്തുമാത്രം നല്ല രീതിയിലാണ് ഇവർ ഇതിവിടെ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ബ്ലോക്കിനകത്തേക്ക് പോകാം. ഓരോ ബ്ലോക്കിലും എന്താണ് കോഴ്സസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ലാബുകളും സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടും അതേപോലെ ഇവിടെയുള്ള മറ്റ് ഫാക്കൽറ്റീസിനോടൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് നമുക്കിതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിശേഷം മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ക്യാമ്പസിൻ്റെ ഈ ഒരു എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അഡ്മിഷൻസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഭാഗം കാണാം. സോ അതിൻ്റെ വെയിറ്റിംഗ് ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കിൽ അത്യാവശ്യം നന്നായിട്ട് വളരെ എസ്തെറ്റിക് ആയിട്ട് വളരെ ഭംഗിയോട് കൂടെ അവർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഏരിയ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാമ്പസിൽ മുന്നോട്ട് ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ ഉടനീളം കാണാൻ പോകുന്നതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഈ ഒരു ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തിരിക്കുന്ന എഞ്ചിനീയർ, അതേപോലെ തന്നെ ആർക്കിടെക്ചർ. ഇതിൻ്റെ ചെയ്തിരിക്കുന്നത് വളരെ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് പർട്ടിക്കുലർ ആർക്കിടെക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് വളരെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിനും നല്ല രീതിയിലുള്ള എലമെൻസും നല്ല രീതിയിലുള്ള ആവശ്യങ്ങളും കൊടുത്താണ് അവരിത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കളയാതെ നേരെ നമുക്ക് ക്യാമ്പസിൻ്റെ ബ്ലോക്കുകളിലേക്ക് പോകാം. Hello, and this is Dr. Tilika from ABBS College. I am the principal, and it is indeed a privilege to meet you all online. And About ABBS, if I have to say, it's a wonderful place. Not only the campus, but also the curriculum. It is a
very holistic curriculum where we give in experiential learning, 70% as experiential learning, where we ask the students to have hands-on training and therefore they are ready to be placed. Most of our MBA and PGDM programs, 80% of them get placed in very good companies, while our undergrads, where we have them mostly looking forward in higher education, mostly they go in for higher education, and 30% of them are really interested in placing, and we really give them good opportunities to place. And also the internships, we give them good opportunities and good companies which come in here for a paid internship. So I think if you want to enjoy this facilities, you have to be with us in ABBS. A warmest welcome to all of you. Thank you. സോ ആദ്യം തന്നെ ക്യാമ്പസിന്റെ ബ്ലോക്കിന്റെ വിവരങ്ങൾ കാണുന്നതിന് മുന്നേ ഈ ക്യാമ്പസിന്റെ ഒരു സവിശേഷത മറ്റ് ക്യാമ്പസുകളിൽ ഞാൻ പോയതിലും അതുപോലെ തന്നെ മറ്റ് ക്യാമ്പസുകളിൽ വിസിറ്റ് ചെയ്തതിലും നിങ്ങളിലേക്ക് കണ്ടതിലും ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാമ്പസിൽ എന്താണ് സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അഫിലിയേറ്റഡ് ടു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അഫിലിയേഷനിൽ വന്നിട്ടുള്ള ഒരു ഓട്ടോണോമസ് ക്യാമ്പസ് ആണ്. ഓട്ടോണോമസ് ക്യാമ്പസ്. സോ ഓട്ടോണോമസ് ക്യാമ്പസിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. സോ നിങ്ങളുടെ എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഡ്യൂറേഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല പ്ലേസ്മെന്റ് ആയിക്കോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു ഓട്ടോണോമസ് ക്യാമ്പസിന് വലിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്കും വളരെ ഈസി ആയിരിക്കും. അതായത് അവരുടെ അക്കാഡമിക്സ് കാര്യങ്ങളായിക്കോട്ടെ, അതർ എല്ലാ ആക്ടിവിറ്റീസിനും ഒരു സുഗമമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ നടത്താനായിട്ട് ഏബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ക്യാമ്പസിൽ കാണിക്കാനായിട്ടുണ്ട്. ഈ ക്യാമ്പസ് ഒരു വളരെ ക്യൂട്ടായിട്ടും വളരെ ഭംഗിയേറിയ ക്യാമ്പസാണ്. സോ ഈ ക്യാമ്പസിന് വെളിയിലാണ് ഏറ്റവും കൂടുതൽ കാണിക്കാനുള്ളത്. സോ ഞാൻ ബ്ലോക്കുകളിനകത്തേക്ക് അധികം ഒരുപാട് ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ പറയാം, UG ബ്ലോക്കാണ് നമുക്ക് ജസ്റ്റ് ബാക്കിൽ കാണുന്നത്. UG ബ്ലോക്കാണ്. സോ UG ബ്ലോക്കിനകത്ത് വരുന്ന കോഴ്സസും അതേപോലെ അവിടുത്തെ ലാബ് ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് പെട്ടെന്നൊന്ന് പോയി കാണാം. അതിനുശേഷം നമുക്ക് PG കോഴ്സസിൻ്റെ ആ ഒരു ബ്ലോക്ക് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് വെളിയിലത്തെ അമ്യൂണിറ്റീസിലേക്ക് കൂടുതൽ കാണാൻ, പിന്നെ ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് കാണണമെന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ABBS ക്യാമ്പസിലെ കുറച്ച് കുട്ടികളെ കാണാനായിട്ട് ഇടയായി. സോ ഇവരുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഒന്ന് സംസാരിക്കാം. ഹായ്, എന്താ പേര്? എവിടെയാ? നാട്ടില് കോഴിക്കോട്. പേര്? നാട്ടില് വയനാട്. ഗുരുപുഷ്പം, നാട്ടില് വയനാട്. തലശ്ശേരി, കണ്ണൂർ ജില്ല അല്ലേ? ഓക്കെ. സോ നിങ്ങൾ വയനാട്, കണ്ണൂർ, കോഴിക്കോട് അല്ലേ, നിയറസ്റ്റ് നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണ്. എല്ലാവരും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണോ? നിങ്ങൾ BBA ഏവിയേഷൻ അല്ലേ? ഏതാ? BBLLB. സോ BBLLB എത്ര വർഷമാണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്? 5 വർഷം വരുന്നുണ്ട്. സോ ഡബിൾ ഡിഗ്രി ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ ഡിഗ്രി വരുന്നുണ്ട് 5 years. സോ അപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയറിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കും അല്ലേ? എക്സാം എന്താണ് ഇനി? പ്ലേസ്മെന്റ്സും എക്സാംസിന്റെ ഒക്കെ ടൈം ആണോ? അടുത്ത മാസം ഗ്രാജുവേഷൻ പറയുന്നുണ്ട്. ഓക്കെ. സോ ഓരോ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളിൽ നടക്കുന്ന ടൈം അല്ലേ? അപ്പോൾ നിങ്ങൾക്കായിരിക്കും, എല്ലാവർക്കും അതേപോലെ ആയിരിക്കും, നിങ്ങൾക്കൊരു വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസസ് കാണും. സോ നിങ്ങൾ ഈ 3 വർഷം മുന്നേ നിങ്ങളിവിടെ വന്ന സമയത്ത്, ബാംഗ്ലൂരിലേക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന ഒരു സമയം ഉണ്ടല്ലോ. സോ ആ സമയവും ഈ സമയവും നോക്കുമ്പോൾ നിങ്ങൾ നേടിയ എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ സർക്കിളിൽ നിന്നായാലും എവിടെ നിന്നായാലും ഡിഫറെന്റ് പീപ്പിൾ കാര്യങ്ങൾ. ശരി. നിങ്ങളുടെ ബാച്ചില് മലയാളീസ് എങ്ങനെയാണ്? ഈ ഒരു റേഷ്യോ മലയാളീസ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ? കന്നഡിഗാസ് ഉണ്ടോ? നമ്മളെ ക്ലാസ്സിൽ മലയാളീസ് കുറവാണ്, കന്നഡീസ് ആണ് കൂടുതൽ. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ ജൂനിയേഴ്സ് മല്ലൂസ് കൂടുതലാണല്ലേ? നിങ്ങളുടെയൊക്കെയോ? നമ്മുടെയിലും മല്ലൂസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഇപ്പൊ വരുന്ന ബാച്ചുകളിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. പിന്നെ മിക്സ്ഡ് ആയിട്ടാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് റീജിയൻസിലുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ അല്ലേ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. കൾച്ചറും സംസാരവും ലാംഗ്വേജും ട്രഡീഷൻസും ഒക്കെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ക്യാമ്പസിൽ വന്നു, ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഏറ്റവും ഈ കഴിഞ്ഞ 2-3 വർഷം പഠിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ക്യാമ്പസ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എപ്പോഴും ഒരു ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഒരു പോസിറ്റീവ് ഫീല് പോലെ അല്ലേ? ക്ലീൻ ചെയ്യും. കോളേജ് ആയിക്കോട്ടെ MD ആയിക്കോട്ടെ നല്ലോണം അത് ക്ലീൻ ചെയ്യും. ഈവനിങ് വരെ അത് എപ്പോഴും ഓരോ ആൾക്കാരൊന്നും ക്ലീൻ ചെയ്യും. വെരി ഗുഡ്. ഓക്കെ. നന്നായിട്ട് വളരെ ഹൈജീനിക് ആയിട്ട് അതൊരു നിങ്ങൾക്കൊരു എടുത്തു പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതല്ലാണ്ട് ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുമ്പോഴത്തേക്ക് എന്താണ്? എന്തെങ്കിലും ഫെസ്റ്റുകളോ അല്ലെങ്കിൽ ആർട്ട് പരമായിട്ടോ സ്പോർട്സ് പരമായിട്ടോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് സ്പോർട്സ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്.
നമുക്ക് ഫുട്ബോൾ ആയാലും ബാസ്കറ്റ് ബോള് വോളിബോള് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ചെസ് കാര്യങ്ങൾ നമുക്ക് ഇൻഡോർ ഗെയിംസിന്റെ ഗെയിംസ് നമുക്ക് സ്പോർട്സ് റൂം ഒക്കെ ഉണ്ട്. ഓക്കെ. കൾച്ചറൽസ് ആണെങ്കിൽ എത്നിക് ഡേ കൾച്ചറൽ ഫെസ്റ്റിവൽസ് പിന്നെ ഇന്റർ കോളേജ് ഫെസ്റ്റിവല് എല്ലാവരും കണ്ടക്ട് ചെയ്യുമ്പോൾ അവര് നല്ലൊരു നിങ്ങൾക്ക് ഈ ആനുവൽ ആയിട്ട് ചില കോളേജുകളിൽ ആനുവൽ ആയിട്ട് ഒരു വലിയ ഫെസ്റ്റ് നടക്കും. അങ്ങനത്തെ ഫെസ്റ്റ് ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ ഫെസ്റ്റ് റിഗാലിയ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റ്. റിഗാലിയ ഒരു 3 ഡേയ്സോളം ലോങ് ആയിട്ടുള്ള എല്ലാ കോളേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഒരു അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു ഇവന്റ്. അടിപൊളിയായിട്ട് നടക്കുന്നതാണ്. ഓക്കെ. ഇനി ഇപ്പൊ BBA ഏവിയേഷൻ കാര്യം നിങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇങ്ങനെ സ്റ്റുഡൻസിന്റെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കിയ സമയത്ത് BBA ഏവിയേഷനിൽ നിന്ന് ഒരുപാട് പ്ലേസ്മെന്റ്സ് കണ്ടു. ഏകദേശം എനിക്കൊന്ന് 40 മെമ്പേഴ്സോളം പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ സിമിലർ പ്ലേസ്മെന്റ്സിന്റെ നടക്കുമായിരിക്കും അല്ലേ? ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ. സോ ഇനി നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എന്താ പറഞ്ഞു മിസ് ചെയ്യാൻ പോകുന്നത്? ഈ കോളേജിന്റെ ഒരു ചുറ്റുവട്ടം, ഞങ്ങള് താമസിക്കുന്ന ഒരു സ്ഥലം, നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ്. ഓക്കെ. മിസ് ചെയ്യുന്നത് സെയിം ഫാമിലി ലൈഫ്. ഇവിടെ വന്ന ശേഷം കുറെ നോർത്ത് ഫ്രണ്ട്സിനും എല്ലാവരും കിട്ടിയായിരുന്നു. സോ അവരൊക്കെ മിസ് ചെയ്യും. പിന്നെ ക്യാമ്പസിലെ ഫാക്കൽറ്റീസിനെ. ഓക്കെ. ഒരു മൊത്തത്തിലൊരു മിസ്സിങ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് വരിക. നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ABBSന്റെ ഭാഗത്തു നിന്നും കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. സോ നന്നായിട്ട് വരിക. അപ്പോൾ ഇനി 2 വർഷം കൂടെ ഉണ്ടല്ലേ? ഓക്കെ. 2 വർഷം ഇനി നമ്മൾ വരുവാണെന്നുണ്ടെങ്കിലും കാണാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും ആദ്യത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലെയും ഉള്ള കോഴ്സസിനെ കുറിച്ചൊക്കെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു BCAയുടെ കാര്യം അല്ലേ? BCAക്ക് ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. AI and ML ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന്റെ BCA കോഴ്സും അവൈലബിൾ ആണ്. സോ ഈ BCA കോഴ്സസിന്റെ ലാബിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവർക്കിവിടെ 2 കമ്പ്യൂട്ടർ ലാബുകൾ കാണാനായിട്ട് പറ്റും. വളരെ നന്നായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാബുകളും 2 എണ്ണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. BCA സ്റ്റുഡൻസിന്റെ ക്ലാസ്സും ഇതേ ഫ്ലോറിൽ മറ്റ് ക്ലാസ് റൂംസിലായിട്ടും നടക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബ്ലോക്കിലെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പോഴത്തേക്കാണ് ഇവരുടെ സെൻട്രൽ ലൈബ്രറി കാണാനായിട്ട് സാധിക്കും. ഏകദേശം 21,000-ലധികം ബുക്സ് അടങ്ങുന്ന ഒരു സെൻട്രൽ ലൈബ്രറി. ആ ലൈബ്രറിയിൽ തന്നെ സ്റ്റഡി ഏരിയ ആയിട്ടൊരു സ്പേസ് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഡിജിറ്റൽ ലൈബ്രറിക്കായിട്ടുള്ള ഒരു സ്പേസ് അവർ പ്രോപ്പർലി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാണ്ട് സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന ലൈബ്രറി സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബ്ലോക്കിലെ UG ബ്ലോക്കിലെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ടാണ് നമുക്ക് മാനേജ്മെന്റ് കോഴ്സസ് നടക്കുന്നത്. ഇനി കോഴ്സസ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇവിടെ ഉള്ളത് BBA ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, BCA വരുന്നുണ്ട്, പിന്നെ BBA ഗ്ലോബൽ, BBA ഏവിയേഷൻ മാനേജ്, BCA തന്നെ BCA AI ML വരുന്നുണ്ട്, പിന്നെ BCom CMA, BCom ACCA. അത് കൂടാണ്ട് BSc ബയോടെക്നോളജി, അതേപോലെ BSc ജനറ്റിക്സ്, BSc മൈക്രോബയോളജി, BA സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്. ഇത്രയും കോഴ്സസ് നമ്മുടെ UG കോഴ്സസ് ആയിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇതിന് ശേഷം ഇനി പോകുന്നത് MBAയുടെ ബ്ലോക്കിലേക്കാണ്. സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ഇതായിട്ട് നമ്മൾ പോകുന്നത്. MBAയുടെ ബ്ലോക്ക് അവിടെ ആക്ച്വലി വളരെ ക്യൂട്ട് ആയിട്ടുള്ള റൂംസ് ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. MBAയുടെ ബ്ലോക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലോബി തൊട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ക്ലാസ് റൂംസിലാണെന്നുണ്ടെങ്കിലും വളരെ വ്യത്യാസം നമുക്ക് ക്വാളിറ്റി കാണാനായിട്ട് സാധിക്കും. സോ MBAയും അതേപോലെ തന്നെ PGDM-ഉം രണ്ടും ഇവിടെ ആക്ച്വലി വരും. ഇത് ഓട്ടോണോമസ് തന്നെയാണ് അതിൽ വരുന്നതും. സോ അഫിലിയേറ്റഡ് ടു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ്. ഇനി PGDM വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കും കോഴ്സിന്റെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ MBA ആണെന്നുണ്ടെങ്കിൽ വരുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിനാൻസിൽ വരുന്നുണ്ട്, HR-ൽ വരുന്നുണ്ട്, ഓപ്പറേഷൻസിൽ വരുന്നുണ്ട്, പിന്നെ നിരവധി സ്പെഷ്യലൈസേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഈ ഒരു അന്തരീക്ഷമായിരിക്കും MBAയുടെ ബ്ലോക്കിൽ വരുന്നത്. സോ അധികം നീട്ട് കൂട്ടുന്നില്ല. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ കാണാനുണ്ട് ഇനി. അപ്പോൾ കുട്ടികളെയൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവരുടെ അതർ അമ്യൂണിറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു, വെളിയിലുള്ള അമ്യൂണിറ്റീസിലേക്കൊക്കെ നമുക്ക് ഓടിപ്പോകാം. അപ്പോൾ ഇവിടെ MBA പഠിക്കുന്ന കുറച്ച് മലയാളി വിദ്യാർത്ഥികളെ കാണാനായിട്ട് ഇടയായി. സോ ഇവരോട് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്താ പേര്? അശ്വിൻ. എവിടെയാ നാട്ടിൽ? അശ്വിൻ കോട്ടയം. നാട്ടില് കൊല്ലം. പവിത്ര കൊച്ചി. കൊല്ലം. കോഴിക്കോട്. കോഴിക്കോട് അങ്ങ് അറ്റത്തുല്ലേ? ഓക്കെ. അപ്പോൾ കൊല്ലം, കോട്ടയം തൊട്ട് കൊച്ചി ഉണ്ടായിരുന്നു, കോഴിക്കോട്. അപ്പം ഡിഫറെന്റ് ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. സോ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളുടെ ബാച്ചിൽ. മലയാളി സ്റ്റുഡൻസ് ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങൾ ഇപ്പൊ ഏത് കോഴ്സാണ്? ഏത് ഇയർ ആണ്? MBA ഫസ്റ്റ് ഇയർ. എത്ര നാളായി ഇവിടേക്ക് വന്നിട്ട്? 8 മാസത്തോളം കഴിഞ്ഞു ഇവിടെ എത്തിയിട്ട് ബാംഗ്ലൂരിലേക്ക്. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? അടിപൊളിയാണ്. കോളേജും ബാംഗ്ലൂരും ഒക്കെ അടിപൊളിയാണ്. ഈ ലൊക്കാലിറ്റി നൈസാണ്. നന്നായിട്ട് പോകുന്നു. ഓക്കെ. ശരി. ഞാൻ ഇനി കുറച്ചൊന്ന് അക്കാഡമിക്സിന്റെ ഒരു ഭാഗമായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് MBA ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ്, ബാംഗ്ലൂരിലുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ABBS എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓട്ടോണോമസ് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ?
അതോ നിങ്ങൾ ഓട്ടോണമസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഗുണങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ എന്ന് പറയാമോ ആരെങ്കിലും? അല്ല, ഓട്ടോണമസ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ്. അതുമല്ല നമുക്കിപ്പോ ഇവിടുന്ന് ഒരു നമ്മൾ പാസ് ഔട്ട് ആയിട്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളായാലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായാലും എല്ലാം അവര് വളരെ വളരെ സ്പീഡായിട്ടായിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആയാലും ക്ലാസ്സസ് ആയാലും എല്ലാം അവര് അവരുടെ ഒരു ടൈം വെച്ച് കറക്റ്റ് ഒരു ഡിസിപ്ലിനിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇനി അതല്ലാണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് വല്ല ഈ 8 മാസത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും? 2 ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 8 മാസത്തിനകത്ത് തന്നെ 2 ഇൻഡസ്ട്രിയൽ വിസിറ്റ് എവിടെയായിരുന്നു? എന്താ ചെറുതായിട്ട് ഫുഡ്സിലും പിന്നെ ഒന്ന് ടൊയോട്ട ഓക്കെ, നിപ്പോൺ ടൊയോട്ടയിലാണ്. കിർലോസ്കറിന്റെ അവിടുത്തെ ഫുള്ള് ടൊയോട്ടയുടെ ഫുൾ ഓക്കെ മാനുഫാക്ചറിംഗിലാണ് വിസിറ്റ് നടത്തിയത്. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു 8 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് 2 വിസിറ്റ് കിട്ടി അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നത് അതൊരു ഓട്ടോണമസ് ക്യാമ്പസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, ഇവിടെ നിന്നുള്ളവർക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് പോകാം. ഒരു ഡിസിഷന് വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആരെയും നോക്കി നിൽക്കേണ്ട ആവശ്യകത വരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് എല്ലാവരും ഈ UG പഠിച്ചത് നാട്ടിലാണോ അതോ ബാംഗ്ലൂർ? കോയമ്പത്തൂരാണ് പഠിച്ചത്. ഓക്കെ, അപ്പം അതല്ലാതെ ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ നിന്നാണ് പഠിച്ചല്ലേ? സോ നിങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നു. ഇവിടെ നിൽക്കുന്ന സമയത്ത് ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോ ലൈക്ക് ഇറ്റ് വാസ് നോർമൽ? നാട്ടിൽ നിന്ന് ആദ്യം വന്നതിന്റെ ഒരു ഇത്, പിന്നെ പയ്യെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ എല്ലാം ഒരു 1 വീക്കിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. ഓക്കെ, ശരി. ഇനി ഇത് അതല്ലാണ്ട് ഈ 8 മാസത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസോ സ്പോർട്സ് ആക്ടിവിറ്റീസോ വല്ലതും ഉണ്ടായിരുന്നോ? എന്താണ് എന്തെങ്കിലും ഒന്ന് പറയാം. പിന്നെ കോളേജ് എത്നിക് ഡേ ഉണ്ടായിരുന്നു. ഓക്കെ, ഓണം ആ സമയത്തൊക്കെ നിങ്ങൾ കാണുമല്ലോ ഇവിടെ ഓണം പ്രോഗ്രാംസിനൊക്കെ? ഇവിടുത്തെ കന്നഡ രാജ്യോത്സവം അതിന്റെ പ്രോഗ്രാംസ്. ഇനി അതല്ലാണ്ട് സ്പോർട്സിൽ വരുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടോ? ഫുട്ബോൾ ഇവന്റ്സ് ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് ഇവന്റ്സ് ഉണ്ടായിരുന്നു, വോളിബോള് എന്തുണ്ടായിരുന്നു? അതെന്തായിരുന്നു? 5K റൺ എന്ന് പറഞ്ഞ ഒരു മാരത്തോൺ. എന്തെങ്കിലും കോഴ്സ് വെച്ചിട്ട് വല്ല വർക്ക്ഔട്ട് ചെയ്ത് നടത്തിയതായിരിക്കും അല്ലേ? നോർമലായിട്ട് ഇവിടെ നടത്തുന്നതാണോ? ക്യാമ്പസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്പോർട്സിനും അത്യാവശ്യം സമയങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഇനിയിപ്പോൾ ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ABBS ക്യാമ്പസിലേക്ക് വന്നു. ഈ ക്യാമ്പസിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹൈജീൻ, അല്ലെങ്കിൽ ഒരു ക്ലീൻ ടൈഡി, ഒരു ഫ്രഷ് ഫീൽ. ആ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുമ്പോഴാണ് പോസിറ്റീവായിട്ട് നിൽക്കാൻ ഒരു ഗുണം കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളുടെ ക്യാമ്പസിനകത്ത് തന്നെ നിങ്ങൾക്ക് എനിക്കൊന്ന് പറയാമോ? ഇന്നടത്ത് പോയിരുന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കാന്ന് പറയാൻ ഏതെങ്കിലും ഒരു സ്പേസ് അല്ല അങ്ങനെ ക്യാമ്പസിനകത്ത്? ആംഫി തിയേറ്ററില് ഏത് ഇൻസൈഡ് ഉള്ളതാണോ ഔട്ട്സൈഡ്? ഞാൻ അതിനകത്ത് പോയി. ഇൻസൈഡ് ആംഫി തിയേറ്റർ അത്യാവശ്യം നല്ലതാണ്. വേറെ ഏതെങ്കിലും? ക്യാൻറ്റീൻ വെളിയിലത്തെ ആ സൈഡിലുള്ള അല്ലേ? ക്യാൻറ്റീനും അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സംസാരിച്ചത് സന്തോഷം. അപ്പോൾ നിങ്ങളും MBA ഇനി 1 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഒന്ന് നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ ഇവിടെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്, കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നല്ല പ്ലേസ്മെന്റ് ഒക്കെ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതെ, നമ്മൾ അക്കാഡമിക് ബ്ലോക്കിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ടിടയായി. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞിരുന്നു, ബ്ലോക്കിനകത്ത് അവസാനത്തെ ഒരു ബ്ലോക്കാണ് ഇവരുടെ കുറേ കാര്യങ്ങൾ വരുന്നത്. അതായത് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരേ രീതിയിലുള്ള അമ്യൂണിറ്റീസ് ആയിട്ട് വരുന്ന ഇവരുടെ ഒരു BMR ഓഡിറ്റോറിയം ഉണ്ട്, ഒരു കഫേ, അതേപോലെ തന്നെ ഒരു ഓപ്പൺ എയർ തിയേറ്ററും സ്പോർട്സ് അറേന സെന്ററും ഉണ്ട്. ഈ സ്ഥലങ്ങൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പോയി ഒന്ന് കാണാം. അതെ, നമ്മൾ ഈ ബ്ലോക്കുകളുടെ ഒരു കോർണറിലായിട്ടാണ് ഇവരുടെ ഈ ഒരു ഓപ്പൺ എയർ തിയേറ്റർ അല്ലെങ്കിൽ ആംഫി തിയേറ്റർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് രത്നം ഓപ്പൺ എയർ തിയേറ്റർ എന്ന് പറഞ്ഞാണ് അവരതിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഇതിന്റെ എക്കോ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ലോണൊക്കെ വെച്ചിട്ട് ഇവർ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട്ടുച്ചയ്ക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ ഈവനിങ്സിനൊക്കെ വളരെയധികം നന്നായിട്ട് സ്റ്റുഡൻസിന് എൻജോയ് ചെയ്യാനായിട്ടും അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവരുടെ മറ്റ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനും പരിപാടികൾക്കും ഒക്കെ എൻ്റർടൈൻമെൻറ്റിന് നല്ലതായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാമ്പസ് ആണെന്നാണ് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് അറിയാനായിട്ട് മനസ്സിലാവുന്നത്. സോ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കോർട്ട് കാണാനായിട്ടുള്ളത്. അപ്പോൾ നേരെ സ്പോർട്സിന്റെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തേക്ക് വരുമ്പം നമുക്ക് ഇവരുടെ ഔട്ട്ഡോർ ക്യാൻറ്റീൻ അതുപോലെ കഫറ്റേരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ എന്തുകൊണ്ട് ഇരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്പേസസ് ഉണ്ട്. ഏതൊരു ഫ്ലോറിലും അല്ലെ ഏതൊരു കോർണറിൽ നോക്കിയാലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനൊരു എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വരാന്തയിൽ ഇരിക്കുന്ന ഒരു വലിയൊരു ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസസ് ഇവർ കൊടുത്തിട്ടുണ്ട്.
സോ ക്യാൻറ്റീൻ്റെ കഫറ്റേരിയയും കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചെറിയൊരു കഫറ്റേരിയ കാണാം. സോ അതിന് ഫ്രണ്ടിലായിട്ട് വുഡൻ ടേബിൾസിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു നല്ല സ്പേസ്, ഒരു ഔട്ട്ഡോർ സ്പേസ്. സോ ഈ ഔട്ട്ഡോർ സ്പേസ് നല്ല വെട്ടമൊക്കെ കിട്ടുന്ന തരത്തിലാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ ഈ ഒരു വെതർ നിങ്ങൾക്കറിയാം, ഒരു ജൂൺ മാസം തൊട്ട് നമുക്കങ്ങോട്ട് തണുപ്പ് തുടങ്ങും. നമുക്ക് നല്ല മഴയും തണുപ്പും ഒക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് വളരെ നന്നായിട്ട് നിങ്ങളുടെ അക്കാഡമിക് ഇയർ എന്നുള്ള സമയത്ത് നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ കഫറ്റേരിയ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ഗോട്ട് സം സ്റ്റുഡൻസ് ഫ്രം നോർത്ത് ഇന്ത്യ. Those who are studying in PGDM session, right? PGDM, you guys are studying PGDM, right? Okay, which year? Second year. So that will be final year, right? Yes. And I'm you? in the first year. Oh, you are in the first year. Okay. So what's your name? Gaurav. Where you are from? I'm from Murshidabad, West Bengal. Okay, West Bengal. Suman Kumar Jha from Bihar. From Bihar. Devdev Ghosh from Kolkata. From? Kolkata, West Bengal. From West Bengal, Kolkata. Okay. So how did you get to know about this campus? So you selected PGDM, right? Yeah. Okay. So you done your UG in Bangalore or somewhere? I have done in my hometown, West Bengal itself. Okay. But I did it in BBA, but it was during COVID period. Okay. So everything was from home only. Uh-huh. So I chose PGDM because it has more practical approach, right, Okay. as compared to MBA. Understood. So I chose this college. It was PGDM and plus autonomous. Autonomous. Yeah. Okay. So like yeah, I'll come to you again. Okay. So how did you get to know about this campus? So my friends only. Through your friends? Yes. And you? I got to know from a senior, so and I was looking into different colleges in Bangalore, and this was AIU approved. That's why I chose. So regarding the approval, like you chose this one. Okay, so you are pursuing first year, right? Okay, great. So regarding the autonomous, like you mentioned autonomous. Yes. So how was the way studying in an autonomous section? Like because majority of the decisions will be done from the campus itself, right? Yeah. Okay, so how was it? Is it good for you? Like Practical experience, I think autonomous is a good one because there's a flexibility of changes, okay. which can be done within the college itself. Okay. So as per me, it's good. It's good. Okay, for you? Same. I think like most practical things will be added Basically, when it's for not me, autonomous. as I have work experience, so I feel that right in this college they don't there's diversification, and preferably they don't give preference not only to work ex, not only to like who are upcoming. Okay. They keep a platform where everyone can learn many things. Like Okay. the curriculum is generally industry specified, so that's why I'm keen Okay. towards it, and I've learned something. I'm adding more skills over here. That's the thing. Okay, got it. So mostly into industrial related, right? Yeah. So okay, so it will be like very boon to people updated to who are going again for the work. Exactly. Okay, got it. So and general question. So you guys are from some other particular part, especially that is north part, right? Yeah. So many diversification or many changes will be there when we'll compare Bangalore and your place, right? Yes. So what is your most favorite thing in Bangalore or in campus? Something one you can mention. About Bangalore, I can mention is the climate. Okay. When we came, the climate was really good as compared to because in Kolkata, West Bengal, you can see it's really hot, sunny. Okay. So climate was a major factor, I could say, which was good in Bangalore. Okay, got it. Yeah. I just like the college campus because it is full of greenery. Okay, so full of greenery you can expect like, and I think more hygienic, like every time it's Hygienic cleaning. and sustainable also. Okay, got it. I chose for diversification because if you go to colleges in north, you will find majorly north, some people south. If you come over here, you can get a mix of everything. That's why I chose. Okay, so exchange Learning of new things traditions. and, exchange of cultures, traditions. That's the thing. I chose. One more thing would be Bangalore being a startup hub, right? So for a fresher getting a job or anything to get into the industry. Okay. So this would be a good place to start with. Understood, got it. Okay, so perfect, like all the best for your future. So you guys all will be joining and let you get a good opportunity and you will be remaining 1 year, right? Okay, all the best for your future. Thank you. We'll meet again. നിരവധി സ്പോർട്സ് ആക്ടിവിറ്റീസിനാണ് ABBS മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്രിക്കറ്റ്, അതേപോലെ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ അതേപോലെ വോളിബോളിൻ്റെ സ്പേസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാണ്ട് ഇൻഡോർ ഗെയിംസിന് വേണ്ടിയുള്ള സ്പേസും ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് നിൽക്കുന്നത് പോലും ഒരകത്ത് ഇൻഡോറായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന PGDM അതുപോലെ MBAയുടെ PG കോഴ്സസിൻ്റെ ബ്ലോക്കിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് അവരത് നന്നായിട്ട് വെച്ചിരിക്കുന്നത്. സോ നിരവധി സ്പോർട്സ് ആക്ടിവിറ്റീസിന്
കുട്ടികൾക്ക് സമയം കൊടുക്കുകയും അതിനുവേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കുന്നതും ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് ABBS ക്യാമ്പസ്. അപ്പോൾ ABBSലെ എടുത്തു പറയേണ്ട മറ്റൊരു അമ്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന BMR ഓഡിറ്റോറിയം. സോ ഈ ഒരു ഓഡിറ്റോറിയം നിങ്ങൾക്ക് കാണാം, വളരെ തിയേറ്റർ കൺസ്ട്രക്ഷനിലാണ് ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സൗണ്ട് പ്രൂഫും അതേപോലെ തന്നെ തിയേറ്ററിൽ നിങ്ങൾ കണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള പുഷ് ബാക്ക് സീറ്റോട് കൂടെ ഇവരിത് ക്രമീകരിച്ചിരിക്കുന്നു. സോ ഏതൊരു സ്റ്റുഡൻറ്റിനും, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഇപ്പം MBA ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, PGDM പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇവരെ സംബന്ധിച്ച് ഇവർ പഠനം കഴിഞ്ഞിട്ട് നേരെ കോർപ്പറേറ്റ് ലെവലിലേക്ക് ഇറങ്ങുമ്പം, കോർപ്പറേറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പം ആൾക്കാരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള പ്രസൻറ്റേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊരു ചെറിയ നോളജ് അല്ലെങ്കിൽ നമുക്കൊന്ന് പാകപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇവരുടെ വലിയ വലിയ കാര്യങ്ങൾ, അതായത് വലിയ ഫംഗ്ഷൻസും വലിയ കാര്യങ്ങളും നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്റോറിയമാണിത്. സോ ഏറ്റവും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഇവരിത് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു പർട്ടിക്കുലർ ബാച്ചിലെ സ്റ്റുഡൻസ് മൊത്തത്തിൽ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് ഇവരോട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. സോ ഇത് എടുത്തു പറയേണ്ട ഒരു അമ്യൂണിറ്റിയിൽ പെടുന്നത് തന്നെയാണ് ഇവരുടെ ഈ BMR ഓഡിറ്റോറിയം. We have few more students for interaction. Hi all. What's your name? Mansi. Where you from? I'm from Jharkhand. From Jharkhand. Okay. I'm Manisha Jain from West Bengal. From West Bengal. I'm Kuheli Sarkar from West Bengal. From West Bengal. Okay. I'm Pragati Agarwal from West Bengal. So all of you are from northeastern, right? Little northeastern part. Okay. So you are studying for PGDM, right? Yeah. In which year? We are in first year. I am in first year. Okay. I'm in second year. Oh, you are in second. First year. First year? Second year. Okay, so you will be having a good family, second year, first year. Yeah, so I'll be asking another question. So how did you get to know about this campus? From social media, Instagram. From Instagram you got it. Okay. I got to know from LinkedIn. From there, I got to connect to our seniors. Okay. So they told me about this college. Okay, those seniors got placed in somewhere, Yes, some they companies. got Okay. placed. My friend's sister used to study here, so from her I got to know about this college, and then I researched myself also in LinkedIn and Instagram and social media. Okay. Through that I got here. Okay, got it. Actually, we both were searching together. So she told me about this college. Then I searched in LinkedIn and Google and all. So Okay, so you had a mutual references too. Yeah. Okay, got it. So regarding the academics, so you are doing a PGDM, which is very, I think very practicality will be there. So industrial related thing will be there. And I know this is an autonomous campus, right? So regarding the autonomous, how you are thinking, is it from your perspective, from student perspective, is it good? How you can mention? Yeah, it's good because being an autonomous institute, our own faculty teachers have the flexibility to check our papers, Okay. set the question papers, make ourselves corporate ready. So I think being an autonomous college, it's more dynamic. Okay, so flexibility, that is actually It's more there are more industrial trainings also. We went to dairy day factories, so how they work, how the manufacturing is done. Okay. Then we went to Titan also for industrial visits. So there were many opportunities given by the college. We have campus to community. Okay, so you will be having a regular visits to the other parts, right? Okay, industrial visits will be there. Okay, and again another question will be regarding the placements. So I think majority of your seniors have got good placements, right? Yeah. What was the any LP or something, last LP or something? It goes around 8 to 9, 10. 8 to 9 was the average. Okay, got it. And you are coming from north part, so you got any Mallu friends over here? Campus? Yeah. We are full of Mallu friends. Many of Mallu friends are there. Okay, so have you got any opportunity to exchange your traditions, exchange your culture, food or something? Onam celebrations, some Malayali festival. Okay, Onam celebration was there. Yeah. Pongal, Karnataka Rajyotsava also. We Karnataka are learning Rajyotsava. from Karnataka. We are learning Karnataka languages and more of traditional things from. Okay, Kannada gotu salpa. ಸ್ವಲ್ಪ ಬರ್ತಲೆ. Okay, got it. Okay, so you will be having again one more year, right? Okay, be happy. And one final question. So what is your most favorite thing in Bangalore? Anything, maybe inside campus or outside campus? Inside anything? campus, obviously canteen, and outside is corner house ice cream. Corner house ice cream. Okay. Corner house ice cream is there. Same with everyone. And inside campus, anything any photogenic space or something where you go? Here only. Okay. Thank you. Lotus Garden. This is Lotus Garden. Okay. Got it. Thank you. All the best for your future. Thanks. Thank you so much. ഇനി നമ്മൾ മറ്റൊരു കോമൺ അമ്യൂണിറ്റി ആണ് ഇവരുടെ കാണാനായിട്ട് പോകുന്നത്. അതെ, ജിം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ഭാഗത്തായിട്ടാണ് ജിമ്മിന്റെ സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ബേസ്മെന്റിലേക്ക് നടന്നു ഇറങ്ങണം.
അപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്നും എക്സിറ്റ് എടുത്ത് വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ഒരു ആംഫി തിയേറ്റർ, ചെറിയൊരു ആംഫി തിയേറ്റർ ആണ്. ഇവിടെ അക്കാഡമിക് ബ്ലോക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ആംഫി തിയേറ്റർ കാണാനായിട്ട് സാധിക്കും. സോ പിന്നെ ഈ ജിം ഉണ്ടല്ലോ, എല്ലാ സ്റ്റുഡൻസിനും ഒരു ഫ്രീ ആണ്, എക്സ്ട്രാ ഫീസ് ഒന്നുമില്ല. എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ എൻട്രിയും അതേപോലെ അതിന് പർട്ടിക്കുലർ ടൈം അവർ വെച്ചിട്ടുണ്ട്. സോ ആ ടൈമിൽ വന്നിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം തണലും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ കല്ലിൽ പാകിയിരിക്കുന്ന ഒരു ആംഫി തിയേറ്റർ. കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിവിടെ മലയാളി ഫാക്കൽറ്റി ഒരാളെ കാണാനായിട്ട് ഇടയായി. ഹായ് മാം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് ജാസ്മിൻ. നാട്ടിലെവിടെയാ? നാട്ടിൽ ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, പക്ഷേ ഞങ്ങൾ ഉടുപ്പി സെറ്റിൽഡ് ആണ്. വർക്ക് പർപ്പസിന് വേണ്ടി ഇവിടെ ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരിലായിരിക്കും അല്ലേ. സോ ഏത് കോഴ്സ്, എന്താണ് ഇവിടെ ലൈക്ക് വർക്ക് ചെയ്യുന്നത്? ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ ഡിപ്പാർട്ട്മെന്റ്. ലോ ഡിപ്പാർട്ട്മെന്റിൽ. സോ ഇവിടെ BBA LLB കോഴ്സ് വരുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോൾ LLB കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ആ കോഴ്സിലുള്ള സ്റ്റുഡൻസുമായിട്ടാണ് കൂടുതലും. പിന്നെ ഓവറോൾ നമ്മൾ IC എടുക്കുന്നുണ്ട്, BCom സ്റ്റുഡൻസിനാണെങ്കിലും BCA സ്റ്റുഡൻസിനാണെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ സബ്ജക്ട്സ് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫാക്കൽറ്റി സ്റ്റുഡന്റ് റിലേഷൻഷിപ്പും അതുപോലെ സ്റ്റുഡൻസിന് തിരിച്ചുള്ള മനോഭാവം ഒക്കെ എങ്ങനെയാണോ? ഫാക്കൽറ്റീസ് ഇപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മളിപ്പം കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയെങ്കിൽ അവർ കുറച്ചും കൂടെ നമ്മളെ അനുസരിക്കത്തുള്ളൂ. പണ്ടത്തെ ഒരു സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി മാറി. ഇപ്പൊ നമ്മളാണ് പിള്ളേരെയും കൂടെ കുറച്ചും കൂടെ അവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അവരെ നമ്മളെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം. പിന്നെ സബ്ജക്ട് വൈസ് ആണ് നമ്മൾ എടുക്കുക. പിന്നെ പ്രാക്ടിക്കൽസ് ആണെങ്കിലും അത് ഡിഫറെന്റ് ക്രൈറ്റീരിയസിൽ പോകുന്ന കാര്യങ്ങളാണ്. വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ സ്റ്റുഡൻസിന് വരുന്ന ജോയിൻ ചെയ്യാനിരിക്കുന്ന? ജോയിൻ ചെയ്യുന്നപ്പോൾ ഇപ്പോൾ ഒരു BBA LLB എന്നൊക്കെ പറയുന്ന ഒരു ബൂമിങ് സ്റ്റേജ് ആണ്. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു BA LLB എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അവർക്ക് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പ്രാക്ടിക്കൽ കോഴ്സിലൊക്കെ പോകാം. പക്ഷെ BBA LLB എടുക്കുകയാണെങ്കിൽ നമുക്ക് കോർപ്പറേറ്റിലേക്കും കൂടെ കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എടുക്കുന്നുണ്ട്. പിന്നെ LLB കൂടെ എടുക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു 5 years കോഴ്സ് ആണെങ്കിലും നമ്മുടെ കൂടെ അഡ്വക്കേറ്റ് എന്നൊരു പേര് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. പേര് ആർക്ക് വേണേലും തരാം, നമ്മുടെ പേരൻസ് വേണേലും തരും. പക്ഷെ അഡ്വക്കേറ്റ് നമ്മുടെ പേരിൽ ഇനിഷ്യലിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് വരുമ്പോഴത്തേനും അത് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടല്ലേ ഉണ്ടാകണം. അപ്പോൾ അതൊരു 5 years ആണെങ്കിൽ അത് വേസ്റ്റ് ആവുന്നില്ല ഒരിക്കലും. സോ ഓക്കെ, മനസ്സിലായി. സോ താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, അങ്ങനെ നമ്മൾ ABBS, അതെ, ആചാര്യ ബാംഗ്ലൂർ B സ്കൂളിന്റെ വലിയ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കാണാനായിട്ടിടയായി അല്ലേ. ഈ ക്യാമ്പസിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും പ്രത്യേകിച്ച് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഫീച്ചർ ചെയ്യാനായിട്ട് നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഫാക്കൽറ്റീസിനോട് സംസാരിച്ചു, സ്റ്റുഡൻസിനോട് സംസാരിച്ചു, പ്രിൻസിപ്പലിനുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സമയം കിട്ടി. അങ്ങനെ ഒരു വലിയ തരത്തിൽ ഈ ക്യാമ്പസിൻ്റെ ഒരുപാട് പോസിറ്റീവ്സ് നമ്മൾ കണ്ടു അല്ലേ. അപ്പം ഓട്ടോണമസ് ക്യാമ്പസ് ആണ്. ഈ ഒരു ക്യാമ്പസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം. എനിക്ക് സ്നേഹം കൂടിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആണ്, ആ ചെയ്ത പ്രവൃത്തിയോട് തന്നെയാണ്. സോ വളരെ നന്നായിട്ട് ഒരു ക്യാമ്പസിന് വേണ്ട സവിശേഷതകളെല്ലാം ഒത്തൊരുമിച്ച് കൊടുത്തിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ABBSന്റെ ആക്സസിബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വരുന്ന സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ വരാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വന്നിട്ട് ദാസർഗള്ളി മെട്രോ സ്റ്റേഷനാണ്. ദാസർഗള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 20-25 മിനിറ്റ് മാത്രം ദൈർഘ്യമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇനി അതല്ല, നിങ്ങൾ ബൈ റോഡ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസ് റോഡ് എന്ന് പറഞ്ഞ റോഡിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ റോഡിൽ നിന്നും മഗഡി റോഡ് എന്ന് പറയുന്ന റോഡിലേക്ക് എത്താൻ വളരെ നമുക്ക് ആ ഒരു ആക്സസിബിൾ ആണ്. അവിടെ നിന്ന് ഒരു ജസ്റ്റ് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓഫ് മഗഡി റോഡ് എന്നാണ് പറയുന്നത്. സോ ഏത് നൈസ് റോഡിന്റെ ആക്സസ് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടോ, ഇലക്ട്രോണിക് സിറ്റി തൊട്ട് ബനാർഘട്ട തൊട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്തു നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഭാഗം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതല്ലാണ്ടുള്ള ട്രെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി കുട്ടികൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. സോ ഞാൻ നമ്മുടെ തന്നെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ആക്ച്വലി വീഡിയോയിലൂടെ പല ആൾക്കാരും ഇത് അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ടീമുണ്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. സോ നമ്മളുടെ ടീം അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു അസിസ്റ്റൻസിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഗാർഡിയനായിട്ട് ഞാനും എൻ്റെ ടീമും ഉണ്ടാകും എന്നുള്ളതാണ്. എജു ജേണി വിത്ത് ജാനക്സിന്റെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് കാണാം നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് ക്യാമ്പസിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം. അപ്പം എജു ജേണി വിത്ത് ജാനക്സ് ഈസ് റോളിംഗ്. ബൈ.